ഹരി ഓം. ഹരേ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സംസ്കൃത നവനീതം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സരസ്വതി ദേവിയുടെ ഒരു ധ്യാനം ചൊല്ലി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഇത് 2 ശ്ലോകങ്ങൾ അടങ്ങിയ ഒരു ധ്യാനമാണ്. ആദ്യം ആ 2 ശ്ലോകങ്ങളും ഞാൻ ചൊല്ലാം. യാ കുന്ദേന്ദു തുഷാരഹാരധവളാ യാ ശുഭ്രവസ്ത്രാവൃതാ യാ വീണാവരദണ്ഡമണ്ഡിതകരാ യാ ശ്വേതപദ്മാസനാ യാ ബ്രഹ്മാച്യുതശങ്കരപ്രഭൃതിഭിർദേവൈः സദാ പൂജിതാ सा मां पातु सरस्वती भगवती निःशेषजाढ्यापहाः। दोर्भिर्युक्ता चतुर्भिः स्फटिकमणिमयीम् अक्षमालां दधाना हस्तेनैकेन पद्मं सिदमपि च शुकं पुस्तकं चापरेण भासा कुन्देन्दुशङ्खस्फटिकमणिनिभा भासमाना समाना सा मे वाग्देवतेयं निवसतु वदने सर्वदा सुप्रसन्ना. അപ്പോൾ ഇവിടെ ഇനി ആദ്യത്തെ ശ്ലോകം എടുത്ത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം ശ്രമിക്കാം. യാ കുന്ദേന്ദു തുഷാരഹാരധവള യാ ശുഭ്രവസ്ത്രാവൃത. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ശ്ലോകത്തിലൊക്കെ യാ എന്ന 3 വരികളിലും ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഈ ശ്ലോകത്തിൻ്റെ ആദ്യത്തെ ഈ 3 വരി, ആദ്യത്തെ 3 വരികളിലും. അപ്പോൾ അവിടെ യാ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് സർവനാമമാണ്. സർവനാമം സംസ്കൃതത്തിലെ സർവനാമമാണ് യാ എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ യാതൊരുവളാണോ, അപ്പോൾ യാ ഇട്ടിട്ട് വിസർഗമാണെങ്കിൽ അത് പുല്ലിംഗ സർവനാമമായിരിക്കും. യാന്ന് യൂസ് ചെയ്യുമ്പോൾ അവിടെ സ്ത്രീലിംഗമാണ്. അപ്പോൾ ഇവിടെ യാ എന്നിവിടെ എടുത്തിരിക്കുന്ന യാതൊരുവളാണോ എന്നുള്ള അർത്ഥം ആണ് അവിടെ നമ്മൾ എടുക്കേണ്ടത്. യാ കുന്ദേന്ദു തുഷാരഹാരധവള യാ ശുഭ്രവസ്ത്രാവൃത. അപ്പം യാതൊരുവളാണോ കുന്ദേന്ദു. കുന്ത ഇന്ദു 2 പദങ്ങളാണ് അവിടെ. കുന്ത എന്ന് പറയുമ്പോൾ മുല്ലപ്പൂവ്, ഇന്ദു ചന്ദ്രൻ. തുഷാര എന്ന് പറയുമ്പോൾ മഞ്ഞ്. ഹാരം എന്ന് പറഞ്ഞാൽ മുത്തുമാല എന്നുള്ള അർത്ഥമാണ്. മുത്ത് കൊണ്ടുള്ള മാലയ്ക്കാണ് ഹാര എന്ന സംസ്കൃതത്തിൽ ആ പദം ഉപയോഗിക്കുന്നത്. അർത്ഥം വരുന്നത് ഹാര എന്ന് പറഞ്ഞാൽ മുത്തുമാല എന്നാണ്. അപ്പോൾ അവിടെ ഈ പദങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, മുല്ലപ്പൂവ്, ചന്ദ്രൻ, മഞ്ഞ്, മുത്തുമാല ഇവയൊക്കെ വെളുത്ത നിറമാണ്. അപ്പോൾ അങ്ങനെയുള്ള അതുപോലെ ഇവയുടെയൊക്കെ വെളുത്ത നിറം ഇവകളുടെയൊക്കെ വെളുത്ത നിറം പോലെ അത്രയും അങ്ങനെയുള്ള ആ വെളുത്ത നിറത്തോടുകൂടി ധവള എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്ന, തിളങ്ങുന്ന എന്നൊക്കെ അർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള ആ വെളുത്ത നിറത്തിൽ ശോഭിക്കുന്നവൾ. ഇനി പറയുന്നു യാ ശുഭ്രവസ്ത്രാവൃത. യാതൊരുവളാണോ ശുഭ്രവസ്ത്രം, അതായത് ശുഭ്ര എന്ന് പറഞ്ഞാൽ വെളുത്തത്, ശുഭ്രവസ്ത്രം വെളുത്ത വസ്ത്രം, ആവൃത ധരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അവിടെ അർത്ഥം. ഒന്നാമത്തെ വരിയുടെ അർത്ഥം കഴിഞ്ഞു. ഇനി അടുത്ത 2ാമത്തെ വരി നോക്കാം. യാ വീണാ വരദണ്ഡ മണ്ഡിതകര യാ ശ്വേതപദ്മാസന. യാതൊരുവളാണോ വീണ, കരങ്ങളിൽ വീണ, അതുപോലെ വരദണ്ഡം, വരം നൽകുന്ന ദണ്ഡ് എന്നർത്ഥം, വരദണ്ഡം. അങ്ങനെയുള്ള ഇതൊക്കെ കൊണ്ട് മണ്ഡിതകര എന്ന് പറഞ്ഞാൽ അലങ്കരിക്കപ്പെട്ടവൾ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ യാതൊരുവളാണോ വീണ, വരദണ്ഡ് ഇവകളൊക്കെ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ യാ ശ്വേതപദ്മാസന, ശ്വേതപദ്മം വെള്ളത്താമര, ശ്വേതം എന്ന് പറഞ്ഞാലും വെളുത്തത് എന്നുള്ള അർത്ഥമാണ്.
അപ്പോൾ യാതൊരുവളാണോ വെള്ളത്താമരയിൽ ആസന്നസ്ഥയായിരിക്കുന്നത്. അങ്ങനെയുള്ള സരസ്വതി ദേവി എന്ന രണ്ടാം വരിയുടെ അർത്ഥം. ഇനി മൂന്നാമത്തെ വരി, യാ ബ്രഹ്മാച്യുത ശങ്കര പ്രഭൃതിഭിർ ദേവൈ സദാ പൂജിത. യാതൊരുവളാണോ ബ്രഹ്മാവ്, അച്യുതൻ അതായത് മഹാവിഷ്ണു, ശങ്കരൻ ശ്രീ പരമേശ്വരൻ, അങ്ങനെയുള്ള തുടങ്ങിയ ദേവന്മാരാൽ. അപ്പോൾ അവിടെ ശങ്കര പ്രഭൃതിഭിർ എന്ന് പറയുമ്പോൾ തുടങ്ങിയ ദേവന്മാർ എന്നുള്ള അർത്ഥമാണ്. അപ്പം യാതൊരുവളാണോ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ തുടങ്ങിയ ദേവന്മാരാൽ സദാ പൂജിത, സദാ പൂജിക്കപ്പെട്ടവൾ. സാ മാം പാതു സരസ്വതി ഭഗവതി നിശേഷ ജാട്യാഭ. അപ്പോൾ സാ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള അവൾ. അപ്പോൾ യാതൊരുവൾ എന്നാണ് നമ്മൾ യാ വെച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ യാതൊരുവളാണോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ അങ്ങനെയുള്ള അവൾ, ആ സരസ്വതി ദേവി, സരസ്വതി ഭഗവതി മാം പാതു. മാം എന്ന് പറഞ്ഞാൽ എന്നെ പാതു രക്ഷിക്കട്ടെ. നിശേഷ ജാട്യാബഹ, രക്ഷിക്കട്ടെ എന്ന് അല്ലെങ്കിൽ രക്ഷിക്കണമേ എന്നും എടുക്കാം. നിശേഷ ജാട്യാബഹ. അപ്പം എങ്ങനെ രക്ഷിക്കണം? നിശേഷ ജാട്യാബഹ. ജാട്യം എന്ന് പറഞ്ഞാൽ മൂഢത, അറിവില്ലായ്മ എന്നാണ്. നിശേഷം മുഴുവനും. അപ്പം എൻ്റെ അറിവില്ലായ്മയെ മുഴുവനും, എൻ്റെ മൂഢതയെ മുഴുവനും. അപഹ, ജാഠ്യ പ്ലസ് അപഹ എന്നാണ് വരുന്നത്. ജാഠ്യാപഹ ചേർത്ത് പറഞ്ഞാലും അവിടെ പിരിക്കുമ്പോൾ ജാഠ്യ പ്ലസ് അപഹ. അപഹ എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ എൻ്റെ മൂഢത്വത്തെ അല്ലെങ്കിൽ അറിവില്ലായ്മയെ മുഴുവനായും ഇല്ലാതാക്കി തന്നുകൊണ്ട് എന്നെ രക്ഷിക്കണേ എന്നാണ് സരസ്വതി ദേവിയോട് അവിടെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ടും പറയാം. മുല്ലപ്പൂവ്, ചന്ദ്രൻ, മുത്തുമാല, മഞ്ഞ് ഇവകളൊക്കെ പോലെ വെളുത്തതും പരിശുദ്ധവും വെളുത്ത നിറമുള്ളവളുമായ യാതൊരുവളാണോ, അതുപോലെ കരങ്ങളിൽ വീണ, വരം നൽകുന്ന ദണ്ഡ് എന്നിവയാൽ അലങ്കരിക്കപ്പെട്ടവൾ യാതൊരുവളാണോ, വെള്ളത്താമരയിൽ ആസന്നസ്ഥയായിട്ടുള്ള ആ ദേവി, ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ തുടങ്ങിയ ദേവന്മാരാൽ യാതൊരുവളാണോ പൂജിതയായിരിക്കുന്നത്, അങ്ങനെയുള്ള ആ സരസ്വതി ദേവി എൻ്റെ അറിവില്ലായ്മ അല്ലെങ്കിൽ എൻ്റെ മൂഢതയെ മുഴുവനായും കളഞ്ഞ് എന്നെ രക്ഷിക്കണമേ എന്നുള്ളതാണ് ഒന്നാം ശ്ലോകത്തിലെ പ്രാർത്ഥന. ഇനി രണ്ടാം ശ്ലോകം അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കാം. ദോർഭിർയുക്ത ചതുർഭിസ്ഫടികമണിമയും അക്ഷമാലാം ദധാന. അപ്പോൾ അവിടെ ദോർഭിർയുക്ത ചതുർഭി, അപ്പോൾ ദേവിക്ക് 4 കരങ്ങളാണുള്ളത്, 4 കൈകളാണ്. അപ്പോൾ അവിടെ ദോ എന്ന് പറഞ്ഞാൽ വിസർഗമുണ്ട്, ദോഹോ എന്ന് പറഞ്ഞാൽ കൈ എന്നാണ് അർത്ഥം. അപ്പോൾ അവിടുത്തെ പ്രയോഗം ദോർഭി 4 കരങ്ങൾ. ചതുർ എന്ന് പറഞ്ഞാൽ 4. അപ്പം 4 കരങ്ങളിൽ യുക്ത, എന്തൊക്കെയാണ് ദേവി കരങ്ങളിൽ ധരിച്ചിരിക്കുന്നത് അതാണ് അവിടെ പറയുന്നത്. ദോർഭിർയുക്ത ചതുർഭി സ്ഫടികമണിമയും അക്ഷമാലാം ദധാന. അപ്പോൾ ഇനി ഒരു കരത്തിൽ ദേവി എന്ത് പിടിച്ചിരിക്കുന്നു? സ്ഫടികമണി കൊണ്ടുള്ള മുത്തുമാല. ആ സ്ഫടികമണി കൊണ്ടുള്ള മാല ഒരു കയ്യിൽ ധരിച്ചിരിക്കുന്നു. ദധാന എന്ന് പറഞ്ഞാൽ ധരിക്കുക എന്നർത്ഥം. ഇനി ഹസ്തേ നൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ. ഇനി മറ്റൊരു കരത്തിൽ എന്താണ്? ഹസ്തേന ഏകേന പത്മം, ഏകേന ഒരു പത്മം. എങ്ങനെയുള്ള പത്മം? സിതം എന്ന് പറഞ്ഞാൽ വെള്ള, വെളുത്ത താമര ഒരു കരത്തിൽ പിടിച്ചിരിക്കുന്നു. ഇനി ചാ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആൻഡ് എന്നുള്ള, നമ്മൾ ഇംഗ്ലീഷിൽ ആൻഡ് എന്നുള്ള അർത്ഥത്തിലാണ് സംസ്കൃതത്തിൽ ചാ ഉപയോഗിക്കുന്നത്.
ഇനി അടുത്തത് മറ്റൊരു കരത്തിൽ ശുകം. ശുകം എന്ന് പറഞ്ഞാൽ തത്തയെ പിടിച്ചിരിക്കുന്നു. പുസ്തകം ചാപരേണ. പുസ്തകം ച പ്ലസ് അപരേണ ആണ് അവിടെ വരുന്നത്. അപരേണ എന്ന് പറഞ്ഞാൽ ഇനിയുള്ള മറ്റൊരു കരത്തിൽ പുസ്തകവും ധരിച്ചിരിക്കുന്നു. അപ്പോൾ 4 കരങ്ങളിൽ എന്തൊക്കെയാണ് ഉള്ളത്? സ്ഫടികമൊത്തുകൊണ്ടുള്ള മാല ഒരു കയ്യിൽ, ദേവിയുടെ ഒരു കയ്യിൽ, ഇനി ഒരു കയ്യിൽ വെളുത്ത താമര, ഇനിയൊരു കയ്യിൽ തത്തയെ പിടിച്ചിരിക്കുന്നു, മറ്റൊരു കരത്തിൽ പുസ്തകവും ധരിച്ചിരിക്കുന്നു. ഇനി അടുത്ത വരിയിൽ പറയുന്നു ഭാസാകുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭ ഭാസമാന സമാന. ഇനി ദേവിയുടെ ആ ശോഭയെ വർണ്ണിക്കുകയാണ്. അപ്പോൾ അവിടെ ദേവിയുടെ ആ സൗന്ദര്യത്തെ, ശോഭയെ അവിടെ വർണ്ണിക്കുന്നു. എങ്ങനെയുള്ള സൗന്ദര്യമാണ്? കുന്ദേന്ദു, ഭാസ എന്ന് പറഞ്ഞാൽ ശോഭിക്കുക എന്നാണ്. കുന്ദേന്ദു ശംഖസ്ഫടിക മണിനിഭ ഭാസമാന സമാന. കുന്ദേന്ദു അത് നേരത്തെ ശ്ലോകത്തിൽ വന്നതാണ്. മുല്ലപ്പൂ പോലെയും ചന്ദ്രനെ പോലെയും. ശംഖസ്ഫടികമണി, ശംഖ് വെളുത്ത നിറമാണ് നമുക്കറിയാം. ശംഖ്, അതുപോലെ സ്ഫടികമണി, സ്ഫടികത്തിൻ്റെ ആ മുത്ത് അത് പോലെ. അപ്പം ഇവകളൊക്കെ പോലെ, ഇവകൾക്ക് സമാന എന്നാണ് പറയുന്നത് അവിടെ. ഇവകൾക്കൊക്കെ സമാനമായ ശോഭയോട് കൂടി പ്രകാശിക്കുന്ന ദേവി എന്നാണ് അവിടെ അർത്ഥം. നിഭ എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാണ്. അപ്പോൾ ഈ മുല്ലപ്പൂവ്, ചന്ദ്രൻ, ശംഖ്, സ്ഫടികമണി ഇവകൾക്കൊക്കെ തുല്യമായ പ്രകാശത്തോടു കൂടി ശോഭിക്കുന്നവളായ ദേവി. അങ്ങനെയുള്ള അവൾ, ആ ദേവി, മേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്ന. അപ്പോൾ അവിടെ അർത്ഥം എടുക്കുമ്പോൾ മേ വദനേ നിവസതു. അപ്പോൾ അങ്ങനെയുള്ള ആ ദേവി എങ്ങനെയുള്ള ദേവിയാണ്? വാഗ്ദേവിയാണ്. അതായത് വാഗീശ്വരിയായ സരസ്വതി ദേവി, വാഗ്ദേവതയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ വാഗ്ദേവതയായ വാഗീശ്വരിയായ സരസ്വതി ദേവി മേ വദനേ നിവസതു. മേ എൻ്റെ വദനെ, വദനം എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം എടുക്കുമ്പോൾ മുഖമല്ല വായ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എൻ്റെ നാവിൽ വന്ന് വിളങ്ങണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും, സരസ്വതി ദേവിയോട് പ്രാർത്ഥിക്കുമല്ലോ. അപ്പോൾ അതുപോലെയാണ് ഇവിടെ പറയുന്നത്. മേ വദനേ നിവസതു, എൻ്റെ വായിൽ വസിക്കണേ. അപ്പോൾ എൻ്റെ നാവിൽ വന്ന് വസിക്കണേ എന്നുള്ള അർത്ഥമാണ്. എങ്ങനെ വസിക്കണം? സർവദാ സുപ്രസന്ന, എപ്പോഴും വളരെ സന്തുഷ്ടിയോടുകൂടി, സുപ്രസന്നയായി സർവദാ എപ്പോഴും എൻ്റെ നാവിൽ വിളയാടണേ, അല്ലെങ്കിൽ എൻ്റെ നാവിൽ വന്ന് നിവസതു വസിക്കണേ എന്നാണ് അവിടുത്തെ പ്രാർത്ഥന. അപ്പോൾ ഒന്നുകൂടെ രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്നുകൂടെ പൂർണ്ണമായിട്ട് പറയാം. ദേവിയുടെ 4 കരങ്ങളിൽ ഒരു കയ്യിൽ സ്ഫടിക മുത്തുകൊണ്ടുള്ള മാല, അതുപോലെ മറ്റൊരു കയ്യിൽ വെളുത്ത പത്മം, ഒരു കയ്യിൽ തത്ത, ഇനി മറ്റൊരു കയ്യിൽ പുസ്തകവും ദേവി ധരിച്ചിരിക്കുന്നു. ഇനി മുല്ലപ്പൂവ്, ചന്ദ്രൻ, ശംഖ്, സ്ഫടികമണി ഇവകളുടെയൊക്കെ പ്രകാശത്തിന് തുല്യമായ പ്രകാശത്തോടു കൂടി ശോഭിക്കുന്നവളായ ആ വാഗ്ദേവി, വാഗീശ്വരിയായ സരസ്വതി ദേവി എൻ്റെ നാവിൽ സദാ സുപ്രസന്നയായി വന്ന് വിളയാടണേ, വസിക്കണേ, നിവസതു വസിക്കണേ, എൻ്റെ നാവിൽ വന്ന് വസിക്കണേ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രാർത്ഥന. അപ്പോൾ ഇനി 2 ശ്ലോകങ്ങളും ഒന്നുകൂടെ ചൊല്ലാം. യാ കുന്ദേന്ദു തുഷാരഹാരധവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതകരാ യാ ശ്വേതപദ്മാസന യാ ബ്രഹ്മാച്യുതശങ്കരപ്രഭൃതിഭിർദേവൈः സദാ പൂജിതാ സാ മാം പാതു സരസ്വതി ഭഗവതി നിശേഷജാഢ്യാപഹാം. ദോർഭിര്യുക്താ ചതുർഭിः സ്ഫടികമണിമയീം അക്ഷമാലാം ദധാന
हस्तेनैकेन पद्मं सिदमपि च शुकं पुस्तकं चापरेण भासा कुन्देन्दुशङ्खस्फटिकमणिनिभा भासमाना समाना सा मे वाग्देवतेयं निवसतु वदने सर्वदा सुप्रसन्ना. सर्वं गुरुपवनपुरेश्वरार्पणमस्तु.